ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അമരയ്ക്ക പയർ ചേർത്തുകൊണ്ടൊരു മീൻ കറിയാണ്. അതിനായിട്ട് കുറച്ച് മീനും അമരയ്ക്ക പയറൊക്കെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മീനെല്ലാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ തിരഞ്ഞെടുക്കാം. അമരയ്ക്ക പയർ നമുക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് മുറിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. ഒരു 50 ഗ്രാം മീൻ കറി മസാല പൗഡറാണ് ഇത്. അത് ഒരു ചെറിയ കപ്പിൽ എടുത്ത് വെച്ചേക്കാം. ഒരു ചെറിയ കഷ്ണം പുളിയാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. അത് ഒരു കപ്പ് കണക്കാക്കി വെള്ളം ചേർത്തെടുത്ത് മാറ്റി വെച്ചേക്കാം. അരപ്പിനായിട്ട് ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റിയേക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങയുടെ അരപ്പിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ ഈ അരപ്പ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് മസാലപ്പൊടിയാണ്. അതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നതിനാൽ നമ്മളിപ്പോൾ പുളി എടുക്കുമ്പോൾ കുറച്ച് നോക്കി വേണം ചെയ്യാൻ. ഇനി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെയും സവാളയുടെയും അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ഇട്ട ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീൻ കറി മസാല ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ഉലുവ പൗഡറും കൂടെ ചേർത്ത് വേണം നമ്മൾ മസാല തയ്യാറാക്കാൻ. അതുകൂടി ഇട്ട് കൊടുത്താൽ മതിയാകും. മീനിൽ മസാലയും പുളിയൊക്കെ ചേരാൻ വേണ്ടിയിട്ട് നമുക്കിത് 1 മണിക്കൂറൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായാലുടൻ തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇവയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറാണ് അമരയ്ക്ക പയർ. ഹെൽത്തിയും കൂടിയാണ്. അമരയ്ക്ക മീനിനോട് ചേർത്ത് കറി വെച്ചപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കറി ഇടുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് തീ കൂട്ടിയിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ അടച്ച് വേവിക്കാവുന്നതാണ്. നല്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മീൻ കറിയൊക്കെ ആദ്യത്തെ തിളപ്പ് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറിയിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് കറക്റ്റ് പാകം. ഒന്നുകൂടി ഒന്ന് അടച്ച് വേവിക്കാം. വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതുകൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മീൻ കറി ചെയ്യുമ്പോഴും മീനിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അരച്ച് ചേർക്കുക. അപ്പോൾ മീൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദും മണവും ഒക്കെ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ മീൻ കറിയാണിത്. ഇപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻ കറിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നമുക്ക് ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയോടും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻ കറി ഇപ്പോൾ നല്ലതുപോലെ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അമരയ്ക്ക ചേർത്തുകൊണ്ടുള്ള മീൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ലൊരു കളറും കൂടിയാണ് നമുക്ക് ഈ മീൻ കറിക്ക് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.